ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരു നാടൻ ഫുഡാണ് ഉണ്ടാക്കുന്നത്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫുഡായ കപ്പയും ബീഫും, അതല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി എങ്ങനെ ഏറ്റവും നല്ല സ്വാദിഷ്ടമായ രീതിയിൽ, അതായത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മൾക്കാദ്യം ബീഫ് വേവിക്കാനായിട്ടുള്ള ചേരുവകൾ നോക്കാം. ഞാൻ 1/2 കിലോ എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം സവാള, അല്പം വെളുത്തുള്ളി, 2-3 ചെറിയുള്ളി, കുറച്ച് വേപ്പില, പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മുളക് പൊടി വേണം, കുറച്ച് ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. നമുക്കാദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇതിപ്പോൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സവാള സ്ലൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ പച്ചമുളക് നമ്മൾക്കൊന്ന് കീറിയിടാം. നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾക്ക് നമ്മളുടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. വേപ്പില എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഈ സമയത്ത് ചേർക്കാം. 1/2 സ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾക്ക് ഇത് ബോയിൽ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. ഇത് നമ്മളുടെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 2-3 വിസിലും കൂടി അടുപ്പിക്കുക. ഏകദേശം ഒരു 3/4 മണിക്കൂറോളമൊക്കെ നമ്മൾക്കിത് വേവിക്കേണ്ടി വരും. നമുക്ക് ഇത് ഇറച്ചി ബോയിലാവുന്ന നേരം കൊണ്ട് നമ്മളുടെ കപ്പ ക്ലീൻ ചെയ്തെടുത്ത് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. നമ്മൾക്ക് കപ്പയുടെ മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടിയും ഈ സമയത്ത് കപ്പയിൽ ചേർത്ത് കൊടുക്കുക. കപ്പ നമ്മളെടുക്കുമ്പോൾ കയ്പില്ലാത്ത, അതായത് കട്ടിപ്പില്ലാത്ത കപ്പ നോക്കിയെടുക്കണം. അതേമാതിരി തന്നെ കപ്പ നമ്മൾ നുറുക്കുമ്പോൾ ഇതേമാതിരിയുള്ള നാരൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കത് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, കപ്പ വിണ്ട് വരുന്നുണ്ട്. അതാണ് വേവ് ആയി എന്ന് കാണിക്കുന്നതിനുള്ളൊരു സംഗതി. അപ്പോൾ നമ്മൾക്ക് അതിൽ ഒരു കഷ്ണം എടുത്ത് തിന്ന് നോക്കാം. ഒരല്പം വേവ് കൂട്ടിയെടുക്കണം നമ്മൾക്ക് കപ്പ ബിരിയാണിക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്കതൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റി എടുക്കാം. നേരെ സിങ്കിലേക്ക് ഒഴിക്കരുത്. ഒന്നല്ലെങ്കിൽ ഒരു പാത്രത്തുമ്പോൾ സ്ട്രെയിനർ വെച്ച് അതിനകത്തേക്ക് ഇടുക. അതല്ലെങ്കിൽ സിങ്കിൽ വെള്ളം തുറന്നിട്ടിട്ട് ഊറ്റിയെടുക്കുക. ഇത് നമ്മൾക്ക് ചൂടാറുന്നതിന് മുമ്പ് ഒന്ന് ഉടച്ചെടുക്കാം. കാരണം ചൂടാറിക്കഴിഞ്ഞാൽ കപ്പ ഉടഞ്ഞ് കിട്ടാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും. ഈ ചൂടോടുകൂടി നമ്മൾക്ക് ഈ കപ്പ ഉടയ്ക്കുമ്പോൾ നമുക്ക് അല്പം ഈസി ആയിട്ട് ഇതിനെ കുത്തി ഉടച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കപ്പ നിങ്ങൾ ഉടയ്ക്കുമ്പോൾ ചൂട് ആറുന്നതിന് മുമ്പ് ഉടച്ചു വയ്ക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് കുത്തി, ഒരുപാട് അങ്ങോട്ട് പായസം പോലെ ആവരുത്, ഒന്ന് ഉടച്ചെടുക്കുക, അത്രേ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇനി ഇത് കപ്പ മാറ്റി വെച്ചിട്ട് ബീഫ് ഒലത്താനുള്ള, റോസ്റ്റ് ചെയ്യാനുള്ള ബാക്കിയുള്ള പണികൾ ചെയ്തു വയ്ക്കാം. അപ്പോൾ നമ്മൾക്കൊരു സവാള, 2 തക്കാളി, ഒരു ചെറുത് വലുത്, 2 പച്ചമുളക്, അല്പം വേപ്പില, പിന്നെ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും ചേരുവകളാണ് ബീഫ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ ആദ്യം സവാള നമുക്ക് ഒന്ന്
സ്ലൈസ് ചെയ്ത് വയ്ക്കാം. സവാള അരിയുമ്പോൾ പരമാവധി കനം കുറച്ച് അരിയാണെങ്കിൽ നമ്മളുടെ കുക്കിംഗ് ടൈം ലാഭിക്കാൻ പറ്റും. അപ്പോൾ സവാളയൊക്കെ പരമാവധി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. തക്കാളി നമ്മൾക്ക് സെപ്പറേറ്റ് അരിഞ്ഞു വയ്ക്കാനുള്ളതാണ്. അത് നമ്മൾ ഈ കൂട്ടത്തിൽ ഇടണ്ട. നമുക്ക് പച്ചമുളക് അരിഞ്ഞു വയ്ക്കാം. തക്കാളി ഇപ്പം അരിയണ്ട. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് ഈ കൂട്ടത്തിലേക്ക് ഇടാം. അപ്പോൾ നമ്മളുടെ കട്ടിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ തക്കാളി ഞാൻ സ്ലൈസ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 2 തക്കാളി എടുത്ത്, ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയായിരുന്നു. വലിയ തക്കാളി സ്ലൈസ് ചെയ്തിട്ടുണ്ട്, ചെറിയ തക്കാളി ക്യൂബാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുടെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ നന്നായി തിളച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് തക്കാളി നമ്മളിപ്പോൾ ചേർക്കരുത്. ഈ സവാളയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാൻ പാടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ഓർക്കണം. ഇതിപ്പോൾ നമ്മളുടെ സവാള അത്യാവശ്യം സോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, ക്യൂബ് ഇടരുത്. ഇപ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴറ്റി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ചുരുക്കിയിടാം, ഏറ്റവും സിമ്മിലേക്ക് ഇടാം. എന്നിട്ട് ഇത് ഒരു അല്പം പരത്തിയിട്ട് കൊടുത്തിട്ട് നമ്മളുടെ മസാലകളെല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മൾ കുറച്ച് മസാലകൾ ബീഫിലിട്ടതാണ്, അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഇടാവൂ. 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടു, 1/2 സ്പൂൺ മസാലപ്പൊടി ഇട്ടു. ഇനി ഒന്ന് എണ്ണ തെളിയുന്നവരെ നമ്മൾക്ക് ഇതിനെ ഈ മസാലകളെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്നിളക്കി കൊടുക്കാം. തീ ചുരുക്കിയിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും സിമ്മിലിട്ടിട്ടേ മസാലയൊക്കെ ഇടാവൂ. ഇത് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ബോയിൽ ചെയ്യാൻ വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. അത്യാവശ്യം വെള്ളം അതിനകത്ത് തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾക്ക് ഇത്തിരി വെള്ളം കുറവാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കപ്പ ഇടാനുള്ളതിനപ്പോൾ അല്പം ഗ്രേവിയും കൂടി വേണം. അപ്പോൾ ഒരു അല്പം വെള്ളം കൂടി തിളപ്പിച്ച് ഇതിനകത്ത് ഒഴിക്കണം. നേരിട്ട് പച്ചവെള്ളം ഇതിലൊരിക്കലും ഒഴിക്കരുത്. വെള്ളം കുറവുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ അല്പം ഗ്രേവി കൂട്ടിയാണ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് കപ്പ ഇടുമ്പോൾ ഒന്ന് കുഴമ്പ് രൂപത്തിൽ കിട്ടാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളുടെ ബീഫ് കറി. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ, അതായത് വേവിച്ച് കുത്തി ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചിലപ്പോൾ ഉടയാതെ കിടക്കണ വല്ല കപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് പതുക്കെ ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കപ്പ നന്നായി ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ നന്നായി ഉടച്ചു കൊടുക്കാം. അതല്ല മീഡിയം മതിയെങ്കിൽ ആ പരുവത്തിൽ ഉടച്ചാൽ മതി. അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ നമ്മളുടെ കപ്പ ബിരിയാണി നല്ല കുഴമ്പ് രൂപത്തിൽ ആയി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫാക്കിയേക്കാം. നന്നായി ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. ഇത് നമ്മൾക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് അലങ്കരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കപ്പ ഇട്ടു. അതിൻ്റെ മുകളിൽ കുറച്ച് ഓനിയൻ റിങ്സ് ഒക്കെ വെട്ടിയിട്ടുണ്ട്.
ഇതിന് മുകളിലേക്ക് കുരുമുളക് പൊടി, മല്ലിയില അരിഞ്ഞത് എന്നിവ കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവരും അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കുക.